സൂത്രമാണ്. 555 സൂത്രങ്ങളാണ് ബ്രഹ്മസൂത്രത്തിൽ ഉള്ളത്. അതിൽ ആദ്യത്തെ 4 സൂത്രങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചതുസൂത്രി എന്ന് പ്രസിദ്ധമായിട്ടുള്ളതാണ് ഈ 4 സൂത്രങ്ങൾ. ഈ 4 സൂത്രങ്ങളും വേണ്ട പോലെ ധരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രത്തിന്റെ സാരം അവ ഉൾക്കൊള്ളുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ശ്രീ ശങ്കര ഭഗവത്പാദരുടെ ശിഷ്യനായ പത്മപാദർ ഈ 4 സൂത്രങ്ങളുടെ ഭാഷ്യത്തിന് മാത്രമേ വൃത്തി രചിച്ചിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഈ 4 സൂത്രത്തിൽ 2 നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അഥാതോ ബ്രഹ്മജിജ്ഞാസ ജന്മാദ്യസ്യയതഃ എന്ന ഈ 2 സൂത്രങ്ങൾ. 3ാമത്തെ സൂത്രമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ശാസ്ത്രയോനിത്വാത് എന്നാണ് 3ാമത്തെ സൂത്രം. ഏകപദം സൂത്രം, ഒറ്റ പദമേ ഉള്ളൂ. ശാസ്ത്രയോനിത്വാത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ സർവജ്ഞനായ പരമാത്മാവിൽ സംഭവിക്കുന്നു എന്നാണ് 2ാം സൂത്രത്തിന്റെ താല്പര്യം. അപ്പോൾ പരമാത്മാവിന് ഈ സർവജ്ഞത്വം ഉണ്ട് എന്നുള്ളതിനാൽ തെളിവ് നൽകുകയാണ് 3ാമത്തെ സൂത്രം. ശാസ്ത്രയോനിത്വ, ശാസ്ത്രങ്ങളുടെ ഉറവിടമായതുകൊണ്ട് പരമാത്മാവ് സർവജ്ഞനാണ്. വേദങ്ങൾ എന്നറിയപ്പെടുന്ന ശാസ്ത്രങ്ങൾ രൂപപ്പെട്ടത് അഖണ്ഡ ബോധരൂപനായ പരമാത്മാവിൽ നിന്നാണ്. പരമാത്മാവിന്റെ ശ്വാസോച്ഛ്വാസ രൂപത്തിൽ വേദങ്ങൾ രൂപപ്പെട്ടു എന്നാണ് ഉപനിഷത്ത് തന്നെ പറയുന്നത്. അപ്പോ അറിവിന്റെ പൂർണ്ണത ഉൾക്കൊള്ളുന്നതാണ് വേദങ്ങൾ. അപ്പോൾ ഈ അറിവിന്റെ പൂർണ്ണത പരമാത്മാവിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്ന് രൂപപ്പെടാൻ സാധ്യമല്ല. പൂർണ്ണമായ അറിവ് ഉൾക്കൊള്ളുന്ന വേദം പരമാത്മാവിൽ രൂപപ്പെട്ടതുകൊണ്ട് പരമാത്മാവ് സർവജ്ഞനാണ്. ഇതാണ് സൂത്രത്തിന്റെ താല്പര്യം. ശാസ്ത്രയോനിത്വ, ശാസ്ത്രത്തിന്റെ ഉറവിടമായതുകൊണ്ട് പരമാത്മാവ് സർവജ്ഞനാണ്. അതിന് സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എല്ലാം, ഈ വേദങ്ങൾ എല്ലാ അറിവുകളും ഉൾക്കൊള്ളുന്നവയാണോ? തീർച്ചയായും. എന്തുകൊണ്ട്? ഉപനിഷത്ത് സത്യം, ശാസ്ത്ര സത്യം ഗ്രഹിച്ചു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീർന്നു എന്നാണ് ഉപനിഷത്ത് തന്നെ പറയുന്നത്. ഏകവിജ്ഞാനേന സർവവിജ്ഞാനം. ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞത്. ഏന ശ്രുതേന അശ്രുതം ശ്രുതം ഭവതി, ഏന മതേന അമതം മതം ഭവതി, ഏന വിജ്ഞാതേന അവിജ്ഞാതം വിജ്ഞാതം ഭവതി. ഇതാണ് ഉപനിഷത്തിന്റെ അവകാശവാദം. ഏതിനെക്കുറിച്ച് കേട്ടാൽ കേൾക്കാത്തതൊക്കെയും കേട്ടതായി കഴിഞ്ഞുവോ, ഏതിനെക്കുറിച്ച് മനനം ചെയ്താൽ മനനം ചെയ്യപ്പെടാത്തതൊക്കെ മനനം ചെയ്യപ്പെട്ടുവോ, ഏതിനെ അനുഭവിച്ചാൽ അനുഭവിക്കാത്തതൊക്കെ അനുഭവിച്ചതായോ, അതാണ് ബ്രഹ്മം അഥവാ പരമസത്യം. ഇതെങ്ങനെ ശരിപ്പെടുമല്ലോ? ഉപനിഷത്ത് ദൃഷ്ടാന്തം പറയുന്നു. മണ്ണിനെ അറിഞ്ഞാൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ എല്ലാ പാത്രങ്ങളും അറിയപ്പെട്ടു. എങ്ങനെ അറിയപ്പെട്ടു? വികാരോ നാമധേയം മൃത്തികേത്യവ സത്യം. ഒരു രൂപം, ഒരു പേര്, മണ്ണ് മാത്രം സത്യം. രൂപവും പേരും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. രൂപവും പേരും വെറും
അനിർവചനീയ മിഥ്യാപ്രതിഭാസങ്ങൾ. അവയൊരിക്കലും ഒരു പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. അവ വികാരോ നാമധേയം. വികാരം രൂപം, നാമധേയം ഒരു പേര്. മൃത്തികേത്യവ സത്യം. അതുപോലാണ് ബോധരൂപമായ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സർവജ്ഞനായിത്തീരുന്നു, എല്ലാം അറിഞ്ഞതായിത്തീരുന്നു. എങ്ങനെ? വികാരവും നാമധേയം. ബാക്കി കാണുന്നതൊക്കെ ആ ബോധത്തിൽ, ബോധമെന്ന വസ്തുവിൽ ഒരു രൂപം, അതിന് നൽകപ്പെടുന്ന ഒരു പേര്. പുതിയ വസ്തു ലേശം പോലും ഇല്ല. അപ്പൊ ഈ ബ്രഹ്മത്തെ നല്ലവണ്ണം പിടിവെക്കും. ഞാൻ ആലോചിക്കാറുണ്ട്, ഞാനിപ്പോ സർവജ്ഞനാണ്. എങ്ങനെ അറിയാം? ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുള്ള കാഴ്ചയിൽ ഏത് കാഴ്ചയെക്കുറിച്ചോ ചോദിച്ചോളൂ, ഉത്തരം പറയാം. എന്താ സൂര്യൻ? സൂര്യൻ ബോധമാണ്. സൂര്യൻ പുറത്ത് കാണുന്നതോ അതിലൊരു രൂപം, സൂര്യൻ എന്ന പേര്. ഈ രൂപവും പേരും അല്പം പോലും പുതിയ വസ്തുവിനെ ഉണ്ടാക്കിയിട്ടില്ല. സൂര്യൻ ബോധമാണ്. ഈശാവാസ്യോപനിഷത്തിൽ തന്നെ പറയില്ലേ, അല്ലയോ സൂര്യഭഗവൻ, ഈ രൂപം, ഈ സ്വർണമയമായ രൂപമൊന്നും മാറ്റൂ. ഞാൻ അകത്തിരിക്കുന്ന അങ്ങയെ കാണട്ടെ. എങ്ങനെ കാണട്ടെ? ഞാനും അങ്ങ് ഒന്ന് എന്ന രീതിയിൽ അങ്ങയെ കാണട്ടെ. ബോധം, ഒരേ ബോധവസ്തു, അങ്ങും ഞാനും ഒന്ന്. അപ്പോ നമ്മളെല്ലാവരും ഇതറിഞ്ഞാൽ സർവജ്ഞന്മാരാണ്. ഇതിൽപ്പഴും ഒരു ശാസ്ത്രവും ഒരിടത്തും ഒന്നും അറിയാൻ പോകുന്നില്ല. ചന്ദ്രനെ പോയി എന്താ ചന്ദ്രൻ? ബോധമാണ് ചന്ദ്രൻ. ഈ കാണുന്നത് ഒരു രൂപം, ചന്ദ്രൻ എന്നുള്ള ഒരു പേര്. രൂപവും പേരും ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പരമമായ അറിവ്, പരമകാരണത്തെക്കുറിച്ചുള്ള അറിവ് വേദങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. എത്രയോ കാലം മുൻപ് മുതൽ, സൃഷ്ടിയുടെ ആരംഭം മുതൽ. അപ്പോഴാണ് ചിലർ ചോദിക്കുന്നത്, എങ്കിലും ബ്രഹ്മത്തിന് ഈ വേദങ്ങളെ, ശബ്ദമയങ്ങളായ വേദങ്ങളെ പ്രകടമാക്കാൻ കഴിയുമോ? എന്ത് മഠയത്തരമാണ് അവർ ചോദിക്കുന്നത്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടെന്ന് തോന്നിക്കാൻ കഴിവുള്ള ബ്രഹ്മത്തിന് കുറച്ച് ശബ്ദങ്ങളെ, ശബ്ദമയമാണ് പ്രപഞ്ചം, കുറച്ച് ശബ്ദങ്ങളെ ഉണ്ടെന്ന് വരുത്താൻ എന്താണ് പ്രയാസം? അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടെന്ന് തോന്നിച്ചത് ഏതെങ്കിലും ശാസ്ത്രജ്ഞനാണോ? ഇപ്പൊ തോന്നിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ശാസ്ത്രജ്ഞനും അല്ലല്ലോ. തീർച്ചയായും അവയൊക്കെ ഉണ്ടെന്ന് കാണിച്ചത് ഈ അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മം. അങ്ങനെയാണെങ്കിൽ ആ ബ്രഹ്മത്തിന് വേദങ്ങളെന്ന് പറയുന്ന കുറച്ച് ശബ്ദങ്ങളെ രൂപപ്പെടുത്താൻ എന്താ പ്രയാസം? ഇനി ഒരു വ്യക്തിയാണ് ഇതൊക്കെ വേദങ്ങൾ എഴുതിയത് എന്ന് കരുതിയാൽ പോലും പരമാത്മാവാണ് വേദത്തിന്റെ ഉറവിടം എന്ന വസ്തുതയ്ക്ക് മാറ്റമില്ല. എന്തുകൊണ്ട്? ബ്രഹ്മജ്ഞാനം ലഭിച്ച ആളാണ്. ബ്രഹ്മജ്ഞാനി ബ്രഹ്മമായി തീരുന്നു എന്നാണ് ഉപനിഷത്തിന്റെ പ്രഖ്യാപനം. ബ്രഹ്മവിദ് ബ്രഹ്മഭവതി. ആരാണോ ബ്രഹ്മത്തെ വ്യക്തമായി അറിഞ്ഞത് അയാൾ ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു. അവ ബ്രഹ്മം, ശരീരമൊക്കെ അവിടെ കാണും. ബ്രഹ്മമായി തീർന്ന ഒരാളിൽ നിന്ന് വന്നതാണ് വേദം. അവ വേദത്തെ പ്രകടമാക്കിയതാണ് ബ്രഹ്മം. ശാസ്ത്രത്തിന്റെ ഉറവിടം ബ്രഹ്മമാണ്. ഇത്ര മഹത്തായ ശാസ്ത്രം, അതായത് പരമസത്യത്തെ ശാസ്ത്രീയമായി സംശയരഹിതമായി വെളിപ്പെടുത്തി തന്ന ബ്രഹ്മം അഥവാ പരമാത്മാവ് സർവജ്ഞൻ ആകാതെ സാധ്യമല്ല. അത് ബോധ്യപ്പെട്ടാൽ നമ്മളൊക്കെ പോലും സർവജ്ഞന്മാരായിത്തീരുന്നു. നമുക്കൊക്കെ ഇപ്പോൾ സർവജ്ഞത്വമുണ്ട്. ഞാൻ ഈ നേരത്തെ അത് ചെറിയ കാര്യമെന്ന് വിചാരിക്കരുത്. ഇതല്ലാതെ
ഒരു അറിവ് ലോകത്താരും ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നില്ല ഒരിടത്തും. ഇപ്പൊ ശാസ്ത്രജ്ഞന്റെ അറിവെന്നൊക്കെ പറയുന്നത് ഒരു നാമരൂപം മാറ്റി വേറൊരു നാമരൂപത്തെ അറിയില്ല, ഇത്രയേ ഉള്ളൂ. ഭൗതികശാസ്ത്രം ഇന്നുവരെ അറിഞ്ഞിട്ടുള്ളതൊക്കെ ഒരു നാമരൂപം മാറ്റിയിട്ട് വേറൊരു നാമരൂപം അറിയുക, വള മാറ്റിയിട്ട് മാലയെ അറിയുക, മാല എന്നറിയുക, ഇത്രയേ ഉള്ളൂ. അതിൽ കൂടുതലുള്ള വസ്തുബോധമൊന്നും ഒരു ശാസ്ത്രത്തിനും കാര്യമായി ഇന്നുവരെ ലഭിച്ചിട്ടില്ല ഈ ഉപനിഷത്തുക്കല്ലാതെ. ഭാഗവതം മംഗളശ്ലോകത്തിൽ പറയുന്നു, ബ്രഹ്മം പരമാത്മാവ് ഈശ്വരൻ വേദത്തെ നിർമ്മിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. രണ്ടാം സൂത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് ഭാഗവതത്തിലെ മംഗളശ്ലോകം തുടങ്ങുന്നത്. മംഗളശ്ലോകം മിക്കവാറും എല്ലാവർക്കും അറിയാമല്ലോ. ജന്മാദ്യസ്യതോ അന്വയാദിതരതഃ അർത്ഥേഷ്വഭിജ്ഞസ്വരാൾ. ഈ എല്ലാം നല്ലവണ്ണം അറിയാമായിരുന്ന സർവജ്ഞനായ ഭഗവാൻ അർത്ഥേഷ്വഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മ, ബ്രഹ്മെന്ന് വെച്ചാൽ വേദം, വേദത്തെ സൃഷ്ടിച്ചു. തേനേ ബ്രഹ്മഹൃദ, തന്റെ ഹൃദയത്തിൽ നിന്നും ശബ്ദരൂപമായ വേദത്തെ അദ്ദേഹം പ്രകടമാക്കി. തേനേ ബ്രഹ്മഹൃദായ, ആർക്കു വേണ്ടി? ആദികവയെ, ബ്രഹ്മാവിനു വേണ്ടി. വിശ്വമനസ്സെന്ന് പ്രസിദ്ധമായി തീർന്നിട്ടുള്ള ബ്രഹ്മാവിനു വേണ്ടി പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ തന്നെ പരമസത്യവും വേദരൂപത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ്. നമ്മൾ ആ സത്യം അറിയുന്നില്ലെങ്കിൽ ആരാ കുറ്റക്കാര്? ഭഗവാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഭഗവാൻ ഈ ജഡപ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചിട്ട് വളരെ സ്പഷ്ടമായി തന്നെ സത്യവും ഉപനിഷത്തുക്കളിൽ കൂടി വെളിപ്പെടുത്തി. എന്താ സത്യം? ബൗദ്ധത്തേനെ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തിയ സൂര്യ. പണ്ഡിതന്മാർ പോലും പക്ഷേ ആ വേദം വെളിപ്പെടുത്തിയ സത്യം വേണ്ടവണ്ണം ഗ്രഹിക്കാൻ കഴിയാതെ മോഹിച്ചു പോകുന്നു. എന്താ തെളിവ്? ഭാഗവതത്തിൽ മംഗളശ്ലോകത്തിൽ തന്നെ ഇത്രയും വ്യക്തമായിരിക്കെ ഇന്നും പറയുന്നത് എന്താ? ഭാഗവതത്തിൽ ജ്ഞാനമൊന്നുമില്ല, ഭാഗവതം ഭക്തി മാത്രമാണ്. അവിടെ എന്ത് ജ്ഞാനം? നമുക്ക് ജ്ഞാനം വേണ്ടതാണ്. ഒരു ഭാഗവതം പറയുന്നു ഇവിടെ ജ്ഞാനമേ ഉള്ളൂ എന്ന് ഭാഗവതം തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഭാഗവതം പറഞ്ഞാലും ഭാഗവതം വായിക്കുന്നവരെ ആരും മിക്കവാറും പേര് അത് സമ്മതിക്കില്ല. നമുക്ക് ജ്ഞാനം മതി, ഭക്തിയൊന്നും ആവശ്യമില്ല. മംഗളശ്ലോകത്തിൽ തന്നെ സുവ്യക്തമായി ജ്ഞാനത്തിന്റെ എല്ലാ അംശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭാഗവതം. എന്നിട്ട് അത് അവസാനിക്കുന്നത് എന്താ? സത്യം പരം ധീമഹി. നമുക്ക് ആ സത്യത്തെ മാത്രം ധ്യാനിക്കാം. സത്യം പരം ധീമഹി ജന്മാദ്യസ്യതോ അന്വയാ ഇതരത. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ ഏതിൽ സംഭവിക്കുന്നു അതാണ് സത്യം. അതെങ്ങനെ കണ്ടറിയാൻ സാധിക്കും? അന്വയാതിതരത. ഏതുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്. എത്ര വ്യക്തം, എത്ര ലളിതം. ഏതുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ഏതില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അത് കണ്ടുപിടിക്കൂ. ആഭരണങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഏതുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ട്, ഏതില്ലെങ്കിൽ ആഭരണങ്ങളില്ല. സ്വർണമുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ട്, സ്വർണമില്ലെങ്കിൽ ആഭരണങ്ങളില്ല. അതുകൊണ്ട് ആഭരണങ്ങളെല്ലാം സ്വർണം. ബോധമുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അതുകൊണ്ട് പ്രപഞ്ചമായി കാണപ്പെടുന്നതെല്ലാം അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെ ബോധം അഥവാ ബ്രഹ്മ. ഈ തീരുമാനത്തെ ആർക്ക് ചോദ്യം ചെയ്യാൻ കഴിയും? വലിയ ഗംഭീരന്മാരായ ബുദ്ധിശാലികളുണ്ടല്ലോ, ഈ തീരുമാനത്തെ അവർക്ക് ചോദ്യം ചെയ്യാൻ കഴിയുമോ? ഇത് ഭാഗവതം തന്നെ ആദ്യമേ പ്രഖ്യാപിക്കുന്നതാണ്. അതാണ്
ഏകവിജ്ഞാനേന സർവവിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈ മായാമയമായ ജഡപ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടിയോടൊപ്പം തന്നെ പരമമായ സത്യത്തെയും വെളിപ്പെടുത്തി. ഏതിൽ കൂടി? വേദത്തിൽ കൂടി, ഉപനിഷത്തിൽ കൂടി. കർമ്മകാണ്ഡ വേദഭാഗത്തിൽ കർമ്മങ്ങളൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് ഭൗതികമായ ഭ്രമതലത്തിൽ മനുഷ്യനെ കുറെയൊക്കെ ഒന്ന് നേരെയാക്കാനും അരാജകത്വം ഒഴിവാക്കാനും വേണ്ടിയാണ് കർമ്മകാണ്ഡ വേദഭാഗം ഒരുപാട് അനുഷ്ഠാനങ്ങളും ഒക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതൊക്കെ തീർച്ചയായിട്ടും നടത്താം. അതിലൊന്നും ആർക്കും ഒരു വേദാന്തിക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അവസാനം ഉപനിഷത്തിൽ പരമസത്യം വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സദേവ സൗമ്യ ഇതമഗ്രാസി ഏകമേവ അദ്വിതീയം. ഉദ്ദാലകൻ തന്റെ മകനായ ശ്വേതകേതുവിനോട് തത്വമസി എന്ന മഹാവാക്യം 9 പ്രാവശ്യം ആവർത്തിച്ച് ദൃഷ്ടാന്തസഹിതം ഉപദേശിക്കുകയാണ്. അതിന്റെ ആരംഭമാണ് മകനോട് പറയുന്നു, പിന്നെ സദേവ സൗമ്യ ഇതമഗ്രാസി. ഉണ്മ, സത്ത് മാത്രമേ ഈ നാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടേറെ ആഭരണങ്ങൾ കണ്ടിട്ട് ഒരു സ്വർണ്ണക്കട്ട മാത്രമേ ഈ ആഭരണ നാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചം നാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുൻപ് ഇവിടെ എന്തുണ്ടായിരുന്നു? സദേവ, സത്ത് മാത്രം. സത്തെന്ന് പറഞ്ഞാലോ ഉണ്മ. ഉണ്മ എന്ന് പറഞ്ഞാൽ ഉണ്മ അനുഭവമായിട്ടുള്ള വസ്തു. അല്ലാത്തിടത്ത് ഉണ്മയില്ല. ഉണ്ടെന്ന് അനുഭവമുള്ള വസ്തു മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടെന്ന് അനുഭവമുള്ള വസ്തു ഏതാ? ബോധം. ഇതിൽ ആർക്കാ സംശയം? ഉണ്ടെന്ന് അനുഭവമുള്ള വസ്തു ബോധം, ബോധം, ബോധം മാത്രം. ഉണ്ട് ഉണ്ട് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയും. അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പത് ഒന്നേ സത്യം. അസ്ഥി അസ്ഥി, ഉണ്ട് 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 എന്നിങ്ങനെ എല്ലാ അറിവുകളുടെയും ഉപരി മേൽ വിളങ്ങുന്ന ആ ബോധം മാത്രം സത്യം. അസ്ഥി അസ്ഥി എന്നു സകലോപരി നിൽപ്പതൊന്നേ സത്യം. സമസ്തവും അനിത്യം അസത്യമാകും. അതിൽ കാണുന്ന ഈ നാമരൂപങ്ങൾ അമീബ മുതൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള നാമരൂപങ്ങൾ സമസ്തവും അനിത്യം അസത്യമാകും. നാമരൂപങ്ങൾ വരും പോകും. അവയ്ക്കൊരു സ്ഥിരതയുമില്ല. സ്വർണത്തിലെ നാമരൂപങ്ങൾ വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. നാമരൂപങ്ങൾ പുതിയ വസ്തുവിന് ഒരിടത്തും ഉണ്ടാക്കുന്നില്ല. ഇതാണ് ഉപനിഷത്ത് നമുക്ക് കാട്ടിത്തരുന്ന സർവജ്ഞത്വം. ഈ സർവജ്ഞത്വം ബോധ സാക്ഷാത്കാരം നേടിയ ആൾക്ക് മാത്രമേ സാധ്യമാകൂ. ബുദ്ധിക്കെങ്കിലും ആ ബോധതത്വം വ്യക്തമായി പിടികിട്ടിയാൽ അദ്ദേഹത്തിന് ഇത് ബോധ്യമാവും, ഈ സർവജ്ഞത്വം. അതുകൊണ്ടാണ് ശാസ്ത്രത്തിന്റെ ഉറവിടമായ ബ്രഹ്മം സർവജ്ഞമാകാതെ തരമില്ല. സൃഷ്ടിസ്ഥിതിലയങ്ങൾ സംഭവിക്കുന്ന പരമാത്മാവ് സർവജ്ഞനാണ്. എന്തുകൊണ്ട്? ശാസ്ത്രയോനിത്വ, ശാസ്ത്രത്തിന്റെ ഉപനിഷത്ത് ഉൾപ്പെടെയുള്ള വേദങ്ങളുടെ ഉറവിടമായതുകൊണ്ട് എന്നാണ് ആദ്യത്തെ അർത്ഥം. പിന്നെ ഇതിന് മറ്റൊരർത്ഥവും പറയാം. ബ്രഹ്മത്തെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഉപനിഷത്താണ്. എങ്ങനെ കാണിച്ചു തരുന്നു? സർവജ്ഞനായിട്ട് കാണിച്ചു തരുന്നു. അതുകൊണ്ടുമാവാം അങ്ങനെ അർത്ഥം പറയാം. ഉപനിഷത്തിന്റെ ഉറവിടമായതുകൊണ്ട് ബ്രഹ്മം പരമാത്മാവ് സർവജ്ഞനാണ്. അല്ലെങ്കിൽ ഉപനിഷത്ത് പരമാത്മാവിനെ സർവജ്ഞനെന്ന് വിവരിച്ചിരിക്കുന്നത് കൊണ്ട് പരമാത്മാവ് സർവജ്ഞനാണ്. ശാസ്ത്രയോനിത്വ, ശാസ്ത്രം ബ്രഹ്മത്തെ വ്യക്തമാക്കുന്നതുകൊണ്ട് എന്നും അർത്ഥം പറയാം. ശാസ്ത്രത്തിന്റെ യോനി എന്നർത്ഥം പറയാം. അഥവാ ശാസ്ത്രം വിവരിക്കുന്നതുകൊണ്ട് ബ്രഹ്മം അഥവാ പരമാത്മാവ് സർവജ്ഞമാണ്.
എന്ന് രണ്ട് തരത്തിൽ അർത്ഥം പറഞ്ഞാലും പരമാത്മാവിന്റെ സർവജ്ഞത്വം സ്ഥാപിക്കുകയാണ് ഈ മൂന്നാം സൂത്രത്തിന്റെ താല്പര്യം. ശാസ്ത്രയോനിത്വ എന്ന സൂത്രത്തിന്റെ താല്പര്യം. ഏതെല്ലാം മിക്കവാറും എല്ലാ ഉപനിഷത്തുക്കളും ആ സത്യത്തെ, പരമാത്മാവിനെ സർവജ്ഞൻ, സർവശക്തൻ, സർവവ്യാപി എന്ന് വിവരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ സദൈവ സൗമ്യ ഇതമഗ്രാസി, ഉമ്മ അനുഭവമുള്ള ബോധം മാത്രമേ ആരംഭത്തിലുണ്ടായിരുന്നുള്ളൂ. ഏകം ഏവ അദ്വിതീയം, ഒന്നേ ഒന്ന് മാത്രം, രണ്ടില്ലാത്തത്. അങ്ങനെയുള്ള ബോധം മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പിന്നെ വന്നതൊക്കെ അതിൽ നാമരൂപങ്ങൾ. വികാരോ നാമധേയം, ഒരു രൂപം, ഒരു പേര്. അപ്പൊ ഇവിടെ ഒന്ന് മാത്രം, രണ്ടില്ലാത്തത് എന്ന മൂന്ന് പദം കൊണ്ട് പരമാത്മാവിന്റെ അദ്വയാവസ്ഥ, രണ്ടില്ലാത്ത അവസ്ഥ പൂർണ്ണമായും വ്യക്തമാക്കിയിരിക്കുന്നു. ഭാഗവതഗീത ആദ്യമേ വെളിപ്പെടുത്തുന്നുണ്ട്. പദംജിത തത്വവിദ തത്വം വിജ്ഞാനമദ്വയം. ആരംഭത്തിൽ തന്നെ ഭാഗവതം പറയുന്നു എന്താ തത്വം, ഈ ജഗത്തിന്റെ തത്വം എന്താ? പദംജിത തത്വവിദ തത്വം ജ്ഞാനം അദ്വയം. ജ്ഞാനം എന്ന് വെച്ചാൽ ബോധം. രണ്ടിന്റെ അനുഭവമില്ലാത്ത ബോധമാണ് തത്വം. തത്വവേദികൾ അത് നല്ലവണ്ണം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഏകം ഏവ അദ്വിതീയം, മൂന്ന് പദം. ഒന്ന് ഏവ, ഒന്ന് മാത്രം. അദ്വിതീയം, രണ്ടില്ലാത്തത്. മൂന്ന് പദങ്ങൾ കൊണ്ട് പരമാത്മാവിന്റെ അദ്വയാവസ്ഥ ഉപനിഷത്ത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആചാര്യസ്വാമികൾ പറയുന്നത് മൂന്ന് തരം ഭേദങ്ങൾ ഉണ്ടാവാം. സ്വഗതഭേദം, സജാതീയ ഭേദം, വിജാതീയ ഭേദം. ഈ മൂന്ന് ഭേദങ്ങളും പരമാത്മാവിൽ ഉപനിഷത്ത് നിഷേധിച്ചിരിക്കുകയാണ്. ഏകം എന്നുള്ളതുകൊണ്ട് സ്വഗതഭേദം, ഒരു മരം, ആ മരത്തിന് സ്വഗതഭേദമാണ്. ശാഖകൾ, ഇലകൾ, പൂക്കൾ ഒക്കെ അതിൽ തന്നെ ഉണ്ട്. അതിൽ തന്നെ ഉണ്ടെങ്കിലും അവ ഭേദം സൃഷ്ടിക്കുന്നു. ഇത് പൂവ്, ഇത് തടി, ഇത് ശാഖ എന്നിങ്ങനെ ഭേദം തോന്നിക്കുന്നു. ഈ സ്വഗതഭേദം പരമാത്മാവിലുണ്ടോ, ബ്രഹ്മത്തിലുണ്ടോ? ഇല്ല. അതിനാണ് ആദ്യം ഏകം എന്ന് പറഞ്ഞത്. ഏവ, ഒന്ന് മാത്രം. അത് സജാതീയ ഭേദം നിഷേധിക്കുന്നു. ഒരു മരത്തിന് മറ്റൊരു മരത്തോടുള്ള ഭേദം, അതാണ് സജാതീയം. മരമൊക്കെ ഒരേ ജാതിയിൽപ്പെട്ടതാണ്. അങ്ങനെ എന്തെങ്കിലും സജാതീയ ഭേദം ഈ ബ്രഹ്മത്തിനുണ്ടോ? ഇല്ല. ഒടുവിൽ വിജാതീയ ഭേദം, അദ്വിതീയം എന്ന പദം കൊണ്ട് വിജാതീയ ഭേദവും നിഷേധിച്ചിരിക്കുന്നു. അദ്വിതീയം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന് പാറക്കല്ലിനോടുള്ള ഭേദം വിജാതീയ ഭേദമാണ്. മരവും പാറയും ഒരേ ജാതിയിൽപ്പെട്ടതല്ല. അപ്പോ ആ വിജാതീയ ഭേദം, ഈ മൂന്ന് തരം ഭേദങ്ങളും ബ്രഹ്മത്തിൽ സാധ്യമല്ല. നിറഞ്ഞു തിങ്ങി നിൽക്കുകയാണ്. തൽക്കാലം നമുക്ക് ബോധങ്ങൾ ഭിന്ന ഭിന്നമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ, അത് ചിത്തമെന്ന ഉപാധിയെ ആശ്രയിച്ച് പലതുണ്ടെന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ. ഒരേ സൂര്യൻ അനേകം ജലപാത്രങ്ങളിൽ പ്രതിബിംബിച്ച് അനേക സൂര്യന്മാരുണ്ടെന്ന് തോന്നിക്കുന്നത് പോലെ ഒരേ അഖണ്ഡ ബോധം എങ്ങിൽ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന ബ്രഹ്മവസ്തു ചിത്തമെന്ന ഉപാധികളെ ആശ്രയിച്ചുകൊണ്ട് ജീവാത്മാക്കളുടെ രൂപത്തിൽ പലതുണ്ടെന്ന് തോന്നിക്കുന്നു. അത് വെറും ഭ്രമമാണ്. ആ ഉപാധി മാറിയാൽ ഈ പ്രതിബിംബ ബോധം പോലും ബിംബമായി മാറും. പാത്രത്തിലെ ജലം ഒഴിച്ചു കളഞ്ഞാൽ പാത്രത്തിലെ പ്രതിബിംബ സൂര്യൻ പോലും സാക്ഷാൽ ബിംബസൂര്യനായി മാറും. ഇങ്ങനെയുള്ള അദ്വൈത വസ്തുവാണ് ബ്രഹ്മം. അതിനെ സൂചിപ്പിക്കാനാണ് അദ്വയാവസ്ഥയെ
വെളിവാക്കുന്ന 3 പദങ്ങൾ ഉപനിഷത്ത് ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് സദൈവ സൗമ്യ ഇതമഗ്രാസീത് ഏകം ഏവ അദ്വിതീയം. അത് പലതായി തീർന്നു. അതാണ് പ്രപഞ്ചം. തദൈക്ഷത ബഹുസ്യാം പ്രജായേ, ഞാൻ പലതായി തീരട്ടെ എന്നത് സങ്കൽപ്പിച്ചു. ആ സത്യം സങ്കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സങ്കല്പങ്ങൾ കടന്നു വന്നതോടുകൂടി അത് പലതായതുപോലെ തോന്നി. അഖണ്ഡബോധത്തിൽ സങ്കല്പങ്ങൾ കടന്നു വന്നു. അതായത് ചിത്തം, നമ്മൾ ഇന്നലെ വിവരിച്ച ഈ ബോധത്തിന് പ്രതിബിംബിക്കാൻ ഉള്ള ആശ്രയം ആയ ചിത്തം കടന്നു വന്നു. എവിടുന്ന് കടന്നു വന്നു? പരമാത്മാവിൽ അതൊന്നും കടന്നു വന്നിട്ടില്ല, കടന്നു വരാൻ ഒക്കുകയില്ല. പിന്നെ കടന്നു വന്നത് എങ്ങനെ? കടന്നു വന്നു എന്ന് തോന്നുന്നു. ചിത്തമുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഈ പലതിന്റെ തോന്നൽ. ചിത്തം എവിടുന്ന് വന്നു? എങ്ങും നിറഞ്ഞ് ആനന്ദസ്വരൂപമായി പൂർണ്ണമായി നിൽക്കുന്ന പരമാത്മാവിൽ മനസ്സ്, ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെ. മനസ്സ് എവിടുന്ന് കടന്നു വരാനാണ്? നല്ലവണ്ണം ചെയ്യുക. ഇവിടം മുതൽ മായയാണ്. മായ മനസ്സെന്നല്ല, എനർജിയുടെ സ്പന്ദനം, പ്രാണസ്പന്ദനം. എവിടുന്ന് കടന്നു വരാൻ? പരമകാരണമായ ബോധം സർവത്ര നിറഞ്ഞ് ആനന്ദസ്വരൂപമായി വർത്തിക്കുമ്പോൾ അതിൽ ഒരു ശക്തിസ്പന്ദനം എവിടെ നിന്ന് കടന്നു വരാൻ? ഒരിക്കലും സാധിക്കില്ല. അപ്പോ എനർജി മുതൽ മായ, ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരു കാലത്തും എനർജി എവിടെ സ്പന്ദിക്കുന്നു, എന്തിന് സ്പന്ദിക്കുന്നു, ഒരിക്കലും പിടിയിട്ടില്ല. ഇത് വേദാന്തത്തിന്റെ പെരുമ്പറഘോഷമാണ്. ചന്ദ്രനിലോ സൂര്യനിലോ പോയാലും ഇതിന്റെ രഹസ്യം പിടിയിട്ടില്ല. കാരണം ഇതുണ്ടായിട്ടില്ല. വെറും മരുഭൂമിയിലെ വെള്ളം, ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഗുരുദേവൻ തന്നെ ആത്മോപദേശത്തിൽ പറയുന്നു, മരണവുമില്ല, ഉറപ്പുമില്ല, വാഴവും നരസുരരാതിയും ഇല്ല. സംശയമൊന്നും വെച്ചുകൊണ്ട് പറയല്ല, നരസുരരാതിയും ഇല്ല. പിന്നെ എന്താ ഇതൊക്കെ? നാമരൂപം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നാമരൂപം. ഈ നാമരൂപം സ്വർണത്തിൽ ആഭരണങ്ങളുണ്ടായതുപോലെ ഉണ്ടായ നാമരൂപമാണോ? അല്ല, അതും സാധ്യമല്ല. കാരണം സ്വർണം കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ടാണ് ആഭരണങ്ങളായി. ഇവിടെ അങ്ങനെ മുറിക്കാനും നോക്കില്ല. സർവത്ര നിറഞ്ഞകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തെ മുറിച്ച് സൂര്യനും ചന്ദ്രനുമാക്കാനും ഇവിടെ പറ്റില്ല. പിന്നെ എങ്ങനെ? മരുവിൽ അമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു തിരുള. ഒരു സംശയവും ഗുരുദേവനെ പോലുള്ള സത്യദർശികൾക്കില്ലേ? മരുവിൽ അമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു തിരുളാം. മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലം പോലെ അഖണ്ഡ ബോധ ബ്രഹ്മത്തിൽ കാണുന്ന വെറും തോന്നൽ. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, പക്ഷെ ഒരു സരസ് അലയടിക്കുന്നതായിട്ട് തോന്നുന്നു. മരീചി നീര്, അത് തന്നെ ഗുരുദേവന്റെ ഒരു പ്രത്യേക പദപ്രയോഗമാണ്. സൂര്യകിരണം കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്ന വെള്ളം. മരുവിൽ അമർന്ന മരീചി നീര് പോൽ നിൽപ്പൊരു പൊരുളാണ്. ഈ ജനനവും മരണവും മനുഷ്യനും ദേവനും മൃഗങ്ങളും ഒക്കെ മരുവിലമർന്ന മരീചി നീരുപോലെ കാണപ്പെടുന്ന കാഴ്ചയാണ്, പൊരുളല്ല. അവയിൽ യാതൊരു സത്യസ്ഥിതിയുമില്ല. ഇതോർത്തിടണം. ഇതൊക്കെ പറഞ്ഞ് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഇത് നല്ല ഉറപ്പിച്ചുകൊണ്ട് ഗംഭീരമായിട്ട് കർമ്മരംഗത്ത് നിൽക്കുക. തലകൂട്ടി നിൽക്കുകയോ ചാടുകയോ ഓടുകയോ യുദ്ധം ചെയ്യുകയോ എന്തു വേണോ ചെയ്യുക. പക്ഷെ ഇത് ഉറപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിലോ പരമ ദുഃഖം. അതിനാണ് ഇല്ലാത്തതുണ്ടെന്ന് കരുതി അതിൽ കയറി ഞാൻ എന്റേത് നിന്റേത് ഞാനിപ്പോ തകർത്ത് കളയും, ഇപ്പോ എല്ലാം ബോംബിട്ട് ശരിപ്പെടുത്തി കളയും. ഇപ്പോഴൊന്നും ശരിപ്പെടുത്താനുമില്ല.
അപ്പൊ ഇതറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചാൽ ഒന്നാം തരം. അതെങ്ങനെ സാർ? അതാണ് ഞങ്ങൾ പലപ്പോഴും പറയാറുള്ള കുറച്ചൊരു പരിശീലനം വേണം, അത്രേ ഉള്ളൂ. രാമൻപിള്ളയുടെ രാവണവേഷം അഭിനയിക്കും പോലെ രാമൻപിള്ള പാവം വീട്ടിൽ അല്പം കഞ്ഞിയൊക്കെ കൊടുത്ത് ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം വന്ന് രാവണന്റെ വേഷം കിട്ടി ഗംഭീരമായിട്ട് അലറുന്നു, ചാടുന്നു, കുട്ടികളൊക്കെ നിലവിളിച്ച് ഓടുന്നു. അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചിരിയാണ്. പാവംപിള്ള, ഞാൻ രാമൻപിള്ളയല്ലാതെ അണുപോലും രാവണനായിട്ടില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഇതുപോലെ കളിക്കുക. കൃഷ്ണൻ കളിച്ചതുപോലെ. കൃഷ്ണൻ അല്ലാതെ ലോകത്തെ നന്നാക്കിയ ആളൊന്നുമല്ല. കൃഷ്ണൻ നമുക്ക് കാണിച്ചു തന്നത്, കൃഷ്ണൻ പൂർണ്ണാവതാരമായതിന്റെ രഹസ്യം ദുഃഖിച്ചൊരു തുള്ളി കണ്ണുനീർ അദ്ദേഹത്തിന്റെ കണ്ണിൽ പൊടിഞ്ഞതായി വ്യാസൻ ഒരിടത്തും പറഞ്ഞില്ല. തന്റെ കുഞ്ഞുങ്ങൾ പോലും ഏരകപ്പുള്ളി ഇത് മരിച്ചു വീണപ്പോൾ സന്തോഷിച്ചു. എന്താ, ഇവിടെ ഒന്നുമില്ല, ഇതൊരു കളിയാണ്. ഈ കളിയിൽ ആര് മരിക്കാൻ? ഇവിടെ മരണവുമില്ല, ഉറപ്പുമില്ല, വാഴുവും. ഈ ഭ്രമത്തെ നേരെയാക്കിയിട്ട് ദുഃഖം ഒഴിവാക്കാമെന്ന് ആരും കരുതണ്ട. ഇത് ഭ്രമമാണ്, അപരിഹാര്യമാണ് ഇവിടുത്തെ ഈ ഭ്രമ കോലാഹലം. അതിനെ ഒഴിവാക്കിയിട്ടൊന്നും ആർക്കും സുഖം നേടാൻ ഒരു ചക്രവർത്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് സത്യമറിയൂ. അപരിഹാര്യർത്ഥേ നത്വം ശോചിത്തുമർഹസി. ഇതാണ് കൃഷ്ണന്റെ ഉപദേശം. അത് ദുഃഖിച്ചിട്ട് കാര്യമില്ല, വെറുതെ ഉപദേശിക്കുകയായിരുന്നില്ല. അദ്ദേഹം തന്റെ ജീവിതത്തിൽ സർവഥ അത് പ്രാവർത്തികമാക്കി കാണിച്ചു. ആ ഒറ്റ കാര്യമാണ് കൃഷ്ണനെ പൂർണ്ണാവതാരമാക്കിയതല്ലാതെ അദ്ദേഹം കംസനെ വധിച്ചതോ അതോ ഇതൊന്നുമല്ല. പൂർണ്ണ സത്യനിഷ്ഠ ആരംഭം മുതൽ തന്നെ. അത്ര ഗംഭീരമായ സത്യത്തെ, സത്യം ഉപദേശിക്കുന്നു. ഉപനിഷത്ത് പറയുന്നു ബ്രഹ്മം, പരമാത്മാവ് സർവജ്ഞനാണ്. അതുകൊണ്ട് പരമാത്മാവിനെ നമുക്ക് സർവജ്ഞനായി അംഗീകരിക്കാം. മറ്റൊന്ന്, ആ സർവജ്ഞത്വം ഉൾക്കൊള്ളുന്ന വേദത്തിന് ഉറവിടമായതുകൊണ്ടും സർവജ്ഞനായി അംഗീകരിക്കാം. ഇതാണ് ശാസ്ത്രയോനിത്വ എന്ന മൂന്നാം സൂത്രത്തിന്റെ താൽപര്യം. ഇനി ഒരു സൂത്രം കൂടെ നമ്മൾ ചർച്ച ചെയ്യും. 8, 11, 12 തീയതികളിൽ ഈ ബ്രഹ്മസൂത്രം. ഇനി ഒരു സൂത്രമുള്ളത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു സൂത്രമാണ് തത്വസമന്വയ എന്ന സൂത്രം. അത് ഈ 3 ദിവസം കൊണ്ട്, അതായത് 8, 11, 12 ഈ 3 ദിവസം കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യും. ഈ ചതുസൂത്രിയുടെ ഒരു സാമാന്യമായ രൂപം മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റൂ. കാരണം അരമണിക്കൂറൊക്കെ അല്ലേ ഉള്ളൂ. കുറെ കൂടെയൊക്കെ വിശദമായി ചർച്ച ചെയ്യാനുള്ള സൂത്രങ്ങളാണ്. ഇത് മതി. ആകെ 555 സൂത്രങ്ങളാണുള്ളത്. അതിലെ ആദ്യത്തെ 4 സൂത്രം. ഇതൊക്കെ സൂത്രം കുറെ ചർച്ച ചെയ്തുകൊണ്ടൊന്നുമില്ല. ഇതിലൊക്കെ ഏറ്റവും പ്രധാനമായ അംശം നമുക്കിത് അനുഭവിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ ജീവിതത്തിൽ ഉടനീളം ഈ ചെയ്തതൊക്കെ, എഴുതിയതും പ്രസംഗിച്ചതും ഒക്കെ ഈ ഒരൊറ്റ ലക്ഷ്യം, എനിക്കിത് അനുഭവിക്കാൻ പറ്റുമോ? എന്താ പ്രയാസം? ഇതങ്ങോട്ട് ചിന്ത ചെയ്ത് ഉറപ്പിച്ചപ്പോ എല്ലാം ബ്രഹ്മമയം എന്ന് ഒരു പ്രയത്നവും കൂടാതെ ബുദ്ധി പറയുന്നു എപ്പോഴും. അതുകൊണ്ടെന്താ, നല്ല സുഖം. ആരോടും ഒരു രാഗമോ ദ്വേഷമോ ഒന്നുമില്ല. ഞാനിത് ആവർത്തിച്ച് പറയുന്നത് നമുക്കൊക്കെ ഇത് നടപ്പാക്കാൻ പറ്റും. അല്പമൊന്ന് ശ്രദ്ധിച്ചാരംഭിച്ചാൽ മതി. അല്ലാതെ ജ്ഞാനമെന്ന് പറഞ്ഞ് തള്ളിക്കളയാണ്ട് ഇത് അനുഭവപ്പെടുത്താനുള്ള ശ്രമം തുടരുക. അതിന് ജഗതീശ്വരൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുന്നതാകട്ടെ.